ആത്മാവ് പുറത്തെടുത്തതുപോലെ അഭിഷിക്തദാസനെ നിങ്ങളുടെ ശുശ്രൂഷകൾക്കകത്ത് ഒരു ഭയങ്കര റലത്തെ ആത്മാവ് തുറക്കുകയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈലിലേക്ക് ആത്മാവ് നിങ്ങളുടെ മനുഷ്യരെ ഭയങ്കരമായി തിരിക്കുന്നു. സൂപ്പർ നാച്ചുറായി വെളിപ്പെടുന്ന ഒരു ആത്മമണ്ഡലം നിങ്ങളിലൂടെ മാനിഫെസ്റ്റ് ആകാൻ പോകുകയാ. റാംബാനാമയ ശബനാമയ അർത്ഥൽ പ്രമാണകസ്യാംബര. ആത്മാവിനെ ഇങ്ങനെ പ്രവചിക്കാൻ പറയുക. നിങ്ങൾ ചെല്ലുന്ന ദൈവപ്രവൃത്തിയുടെ പ്ലാറ്റ്ഫോമായി മാറും. നിങ്ങൾ നിറവ് പ്രാപിച്ച് ചെല്ലുന്ന ഇടം ദൈവപ്രവൃത്തിയുടെ പ്ലാറ്റ്ഫോമായി മാറും. നിങ്ങൾക്കറിയാമോ, പ്രവൃത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ അഭിഷേകം പറഞ്ഞു, ദൈവദാസിയും പറഞ്ഞു ഒരു മുടന്തൻ എഴുന്നേറ്റ കാര്യം. അത് വീണ്ടും ഇവിടെ പരിശുദ്ധം ഓർപ്പിക്കുക. സത്യത്തിൽ അവർ മുടന്തനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അല്ല പോയത്, ശരിയാണോ? പ്രാർത്ഥനാ സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി വഴിയിലോട്ടാണ് പോയത്. അൺഎക്സ്പെക്റ്റഡായി ആ വീട് ആത്മാവിനോട് ആവർത്തിക്കണം. അൺഎക്സ്പെക്റ്റഡായി അപ്രതീക്ഷിതമായ ചില സ്വാമി വിനിഷ്ഠയുടെ ഫലങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തിടത്ത് ആത്മാവ് അത് വെളിപ്പെടുത്തി തരാൻ പോകുകയാണ്. നിങ്ങൾ ചെല്ലുന്ന ഇടം ദൈവപ്രവർത്തിയുടെ മാനിഫെസ്റ്റേഷൻ, മഹത്വം റിവീൽ ആകുന്നത്. ആത്മാവ് അങ്ങനെ ഒരു തലം അഭിഷിക്തനെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ ആലോചന കൈമാറുകയാണ്. Thank you Lord Jesus. Thank you Lord Jesus. അങ്ങനെ ഒരു കൈമാറ്റം ഇന്ന് പകലിൽ അഭിഷിക്തന്റെ ആത്മാവ് കൈമാറുകയാണ്. പ്രാപിച്ചോ റാംബാന രഗസ്മനായ തനകളെ. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്. അടുത്തൊരു റലം പരിശുദ്ധ പറഞ്ഞു ദൂത് എങ്ങനെയാ തർജ്ജനം ചെയ്തു. 4-ാം അധ്യായത്തിൽ തർജ്ജനം ചെയ്തു. നിങ്ങൾ 5:12 വായിക്കണം. തർജ്ജനം ചെയ്തത് എന്താ പറഞ്ഞ്? ഈ നാമത്തിൽ ഇനി എവിടെയും സംസാരിക്കരുത്, പ്രസംഗിക്കരുത്. ദൈവാസനെ ശുശ്രൂഷയുടെ അടുത്ത റല ഓപ്പൺ ആകാൻ സമയം കർത്താവ് അങ്ങനെ എന്നോട് പറഞ്ഞിങ്ങനെ. തർജ്ജനം ചെയ്ത പത്രോസ് 5-ാം അധ്യായത്തിൽ ഒന്നും മിണ്ടേണ്ടി വന്നില്ല, നടന്നേ ഉള്ളൂ. നിഴലടിച്ച് തർജ്ജനം ചെയ്തവൻ ആത്മനിറവ് പ്രാപിച്ച് തെരുവീതി നടന്നപ്പോൾ നിഴലടിച്ച് പ്രാപിച്ചോ. നിന്റെ നിഴലിൽ പോലും ഒരു ദൈവമഹത്വം വെളിപ്പെടുന്ന സീസൺ ഞാൻ തുറക്കുമെന്ന് ആത്മാവ് ശക്തിയോടെ ആലോചന കൈമാറുകയാണ്. ഒന്നും മിണ്ടരുതെന്ന് പറഞ്ഞവൻ മിണ്ടാതെ തെരുവീതി നടന്നു. അഭിഷേകം ഷാഡോനെ വെളിപ്പെടാൻ തുടങ്ങി, നിഴലിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കർത്താവ് പറയാ, തർജ്ജനം ചെയ്ത പത്രോസ് മിണ്ടരുതെന്ന് പറഞ്ഞവൻ ഒന്ന് മിണ്ടാതെ നടക്കുമ്പോഴും വീര്യപ്രവർത്തികൾ തെരുവീതിയിൽ മാനിഫെസ്റ്റ് ആയെങ്കിൽ ആർക്കും എതിര് പറയാൻ കഴിയാത്ത നിലവാരത്തിൽ ഉള്ള വീര്യപ്രവർത്തികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ആത്മാവ് ചെയ്യിക്കാൻ പോവുകയാണ്.